ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് എല്ലാം കൊണ്ടും നല്ല ഐശ്വര്യമുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റു, വിളക്കൊക്കെ കത്തിച്ചു. ഇന്ന് രാമായണ മാസം തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റു, അടുക്കളയിൽ കയറി അരിയൊക്കെ ഇട്ടു, എല്ലാം ഒന്ന് തേച്ച് മഴയ്ക്ക് വൃത്തിയാക്കി. അപ്പം ഇന്ന് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ദിവസമാണ്. സത്യത്തിൽ ഇന്ന് അടുക്കളയിൽ നിൽക്കാൻ തന്നെ ഒരു പ്രത്യേകതയാണ്. കാര്യം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ സപ്താഹം തുടങ്ങി. അപ്പോൾ കർക്കിടകം 1 തൊട്ട് കർക്കിടകം 7 വരെയാണ് സപ്താഹം. അപ്പം അവിടെ നിൽക്കുമ്പോൾ തന്നെ എന്തോ ഒരു പ്രത്യേകതയാണ്. കാര്യം അമ്പലത്തിലെ പാട്ടും കാര്യങ്ങളും ആ ഒരു സഹസ്രനാമത്തിൻ്റെ നാമങ്ങളും ഒക്കെ കേട്ടുകൊണ്ട് നിൽക്കാൻ തന്നെ എന്തോ ഒരു പ്രത്യേകതയാണ്. ശരിക്കും ഇന്ന് അടുക്കളയിൽ കയറിയപ്പോൾ തന്നെ എനിക്കെന്തോ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു. അതൊക്കെ കേട്ടിട്ട് നിൽക്കാൻ അമ്പലത്തിലെ ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് പാട്ടും കാര്യങ്ങളും ഉത്സവമൊക്കെ വരുമ്പോൾ തന്നെ ഒരു പ്രത്യേകതയാണ്. ആ ഒരു ഐശ്വര്യം അവിടെയുള്ള എല്ലാ പ്രദേശത്തും നിറഞ്ഞിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ കാപ്പിക്ക് ഇഡലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സാമ്പാർ ഞാൻ ഉണ്ടാക്കി രാവിലെ മാറ്റി വെച്ചു. അപ്പോൾ അതിനുശേഷം ഞാൻ ഇഡലിക്കുള്ള മാവാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ ലോങ് വീഡിയോ ഇടാത്തേ എന്ന്. വേണ്ടേ ഇത് തന്നെ ഞാൻ ഫോൺ ഒരിടത്ത് ചാരി വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. എന്നിട്ട് 2-3 പ്രാവശ്യം എൻ്റെ നിന്ന് ഫോൺ തെന്നിപ്പോയി. അപ്പോൾ ഏട്ടനും മക്കളൊക്കെ കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കുന്നത് ഇച്ചിരി പാടായിരിക്കും. അതുകൊണ്ട് ഇതിൽ തന്നെ ഒരു ക്ലാരിറ്റി കുറവുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടാണ്ടാണ് ഞാൻ ലോങ് വീഡിയോ ഇടാത്തത്. അപ്പോൾ അതിന് ശേഷം ഏട്ടൻ എഴുന്നേറ്റ് വന്നപ്പോൾ ഞാൻ ഏട്ടന് ചായയൊക്കെ ഇട്ടു റെഡിയാക്കി കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ വോയിസിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്തും അവിടെ നാമം നടക്കുന്നത് ചിലപ്പോൾ ഇതിലേക്കൂടെ കേൾക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇഡലിയും സാമ്പാറും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നൊരു പ്രത്യേക ദിവസം ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് വെച്ചു. പിന്നെ ഞാൻ ഏട്ടന് കൊടുത്തു വിടാൻ വേണ്ടി ചമ്മന്തിയും ബീട്രൂട്ട് തോരനും രസവും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഇന്നലെ നമ്മുടെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ സപ്താഹം നടക്കുന്ന അമ്പലമാണിത്. അപ്പോൾ ഞാൻ ഇന്നലെ ഒന്ന് എടുത്തു വെച്ചതാണ്. ഇതാണ് സപ്താഹ മണ്ഡപം. ഇന്നലെയായിരുന്നു ഭദ്രാദീപം തെളിയിച്ചത്. അപ്പം ഞാൻ അവിടെ നിന്നുകൊണ്ട് എടുത്തിട്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ, ബൈ ബൈ.